MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പൈനാപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. നടുവിലുള്ള ഈ ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി വേണ്ടത് 1/2 കപ്പ് വിനാഗിരി, 1/2 കപ്പ് നല്ലെണ്ണ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിക്കൊടുത്തൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർക്കാൻ. ഈ എണ്ണയിൽ കിടന്ന് പൊടികളൊന്ന് മൂത്ത് വരണം. ഇനി പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പും പുളിയുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പുളി അധികമുള്ള പൈനാപ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അല്പസമയം കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റിയായ ഒരു അച്ചാറാണിത്. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്